പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, ഉത്ഥാന പൂർത്തീകരണ അനുഭവമായ സ്വർഗാരോഹണത്തിൻ്റെയും പെന്തക്കോസ്തിയുടെയും അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുന്ന ധ്യാനത്തിലെ 4ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ധ്യാന വിഷയമാക്കുന്നത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം, നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യത്തെക്കുറിച്ച് അഥവാ മഹത്തായ ഭാഗ്യത്തെക്കുറിച്ചാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. യേശുവിൻ്റെ പ്രബോധനങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ഒരു സ്ത്രീ ജനക്കൂട്ടത്തിൽ നിന്ന് ഉച്ചത്തിൽ യേശുവിനോട് വിളിച്ചു പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. യേശു പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. ലൂക്ക 11:27-28 വാക്യങ്ങൾ. ദൈവവചനം ശ്രവിച്ച് അത് പാലിച്ച് വചനാനുസൃതമായി ജീവിക്കുന്നത് പോലെ ഇത്ര മഹത്തായ ഭാഗ്യം വേറെ ഇല്ലെന്നാണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. പരിശുദ്ധ മറിയത്തിന് യേശുവിൻ്റെ അമ്മയാകാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണ്. എങ്കിലും അതിനേക്കാൾ വലിയ ഭാഗ്യമാണ് ദൈവവചനം കേട്ട് അത് പാലിക്കുക എന്നത്. എങ്ങനെയാണ് നാം ശരിയായ വചനാനുസൃത ജീവിതം നയിക്കേണ്ടത്? തിരുവചനം ശ്രദ്ധാപൂർവം ശ്രവിച്ച് അർത്ഥം മനസ്സിലാക്കി കർത്താവിനോട് ആലോചിച്ച് പ്രാർത്ഥനാപൂർവം മനനം ചെയ്ത് ലഭിക്കുന്ന ഉൾക്കാഴ്ചകളും സന്ദേശങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിക്കുക. ഇപ്രകാരം വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് മൗനത്തിൻ്റെയും ഏകാന്തതയുടെയും ഹൃദയ നിശബ്ദതയിൽ കുറച്ചു സമയമെങ്കിലും തൃപ്പാദത്തിലിരുന്ന് ധ്യാനിക്കുകയും ഈ വചന ചിന്തകളോടും ഹൃദയപൂർവമായ പ്രാർത്ഥനകളോടും കർത്താവുമായുള്ള സ്നേഹസല്ലാപത്തിൽ അനുദിന കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നവരുടെ വാക്കുകൾ വചനമന്ത്രങ്ങളായി മാറും. അവരുടെ ദേഹം ദൈവത്തിൻ്റെ ആലയവും ഹൃദയം ദൈവം വസിക്കുന്ന സക്രാരിയും ദൈവത്തിൻ്റെ പറുദീസായും, ജീവിതം ദൈവാനുഗ്രഹത്താൽ നിറഞ്ഞ് അനേകർക്ക് അനുഗ്രഹങ്ങൾ ഒഴുക്കിക്കൊടുക്കുന്ന കൃപയുടെ നീർച്ചാലുകളുമായി മാറും. ഇങ്ങനെ വചനാനുസൃതമായി ജീവിച്ച് ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ് ദൈവജ്ഞാനത്താൽ വളരുന്നതും ദൈവവുമായുള്ള സൗഹൃദത്തിൽ ദൈവത്തിൻ്റെ സ്നേഹിതരും ആത്മമിത്രങ്ങളും കൂട്ടുവേലക്കാരുമായി ജീവിക്കുന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് വിശുദ്ധ ഗ്രന്ഥം ആവർത്തിച്ചാവർത്തിച്ച് എടുത്തു പറയുന്നുണ്ട്. ജ്ഞാനം നേടുന്നവനും അറിവ് ലഭിക്കുന്നവനും ഭാഗ്യവാനാണ്. എന്തെന്നാൽ അതുകൊണ്ടുള്ള നേട്ടം വെള്ളിയെയും സ്വർണത്തെയും കാൾ ശ്രേഷ്ഠമാണ്. സുഭാഷിതങ്ങൾ 3:13-14 വാക്യങ്ങൾ. എന്തെന്നാൽ ജ്ഞാനം സിദ്ധിച്ചവർ ദൈവവുമായി സൗഹൃദം നേടും. ജ്ഞാനം 7:14. അവർ ദൈവത്തിൻ്റെ മിത്രങ്ങളും പ്രവാചകരുമായി മാറും. ജ്ഞാനം 7:26-27 വാക്യങ്ങൾ. ദൈവം എന്തിനേക്കാളുമുപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു. ജ്ഞാനം 7:28. നാം ദൈവത്തെ തേടുന്ന വിവേകികളും ജ്ഞാനികളുമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിനാൽ കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു. ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന്, ജ്ഞാനികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. സങ്കീർത്തനം 14:2, 53:2. ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ലോകത്തിനും അനുഗ്രഹമാണ്. കാരണം ജ്ഞാനം 6:24 പറയുന്നത് പോലെ ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ലോകത്തിൻ്റെ രക്ഷയാണ്. ദൈവത്തെ അറിയുന്ന ജ്ഞാനികൾ ആനന്ദത്തോടെ പറയും, ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കും,
ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്. അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ ആനന്ദത്തോടെ ജലം കോരിയെടുക്കും. യെശയ്യാ 12-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ദൈവത്തെ അറിയുന്നത് നിത്യജീവനാണെന്ന് യേശു തമ്പുരാനും നമ്മോട് പറയുന്നു. ഏക സത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. യോഹന്നാൻ 17:3. ദൈവത്തെ അറിയുകയും അങ്ങിൽ ആശ്രയിക്കുകയും ശരണം വയ്ക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാരാണെന്ന് സങ്കീർത്തനങ്ങളിൽ ആവർത്തിച്ചു പറയുന്നു. സങ്കീർത്തനം 34:8, 40:4, 84:12, 2:12. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാരെന്ന് പറയുന്നത് അർത്ഥമാക്കുന്നതും ദൈവത്തിലുള്ള ശരണവും ദൈവാശ്രയവും ഉള്ളവർ ഭാഗ്യവാന്മാർ എന്നാണല്ലോ. ദൈവത്തെ അറിയുകയും അങ്ങിൽ ആശ്രയിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല, അങ്ങയെ ആരാധിച്ചു മഹത്വപ്പെടുത്തുന്നതും എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നതും അങ്ങയിൽ ശക്തി കണ്ടെത്തിയവരും ഭാഗ്യവാന്മാരാണ്. സങ്കീർത്തനം 84:4. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തവരും ഭാഗ്യമുള്ളവരാണ്. സങ്കീർത്തനം 33:12, 144:15. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ തേടുന്നവരും ഭാഗ്യവാന്മാരാണ്. സങ്കീർത്തനം 119:2. കർത്താവിൻ്റെ അനുഗ്രഹം ലഭിച്ചവരും ദൈവം തുണയായിട്ടുള്ളവരും ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരും ഭാഗ്യമുള്ളവരാണ്. സങ്കീർത്തനം 144:15, 146:5. 91-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവരും എത്ര വലിയ ഭാഗ്യമുള്ളവരാണ്. അവർ കർത്താവിനോട്, എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് ആനന്ദത്തോടെ പറയും. അവർ സ്നേഹത്തിൽ കർത്താവിനോട് ഒട്ടി നിൽക്കും. അവിടുന്ന് നമ്മെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നമ്മെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നമുക്ക് അഭയം ലഭിക്കും. അത്യുന്നതനിൽ വാസമുറപ്പിക്കുന്നവർക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല. സ്നേഹത്തിൽ തന്നോടൊട്ടി നിൽക്കുന്നവരെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ദൈവമാണ് അവിടുന്ന്. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. കഷ്ടതകളിൽ അവിടുന്ന് നമ്മോട് ചേർന്ന് നിൽക്കും. അതിനാൽ 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടേണ്ടതില്ല. ഇത്ര നല്ല ഒരു ദൈവം നമുക്കുള്ളപ്പോൾ നാം എന്തിനു ഭയപ്പെടണം? സർവശക്തൻ തുണയായുള്ള നാം എത്ര ഭാഗ്യവാന്മാരാണ്. ഈ ദൈവത്തെ അടുത്തറിയാനും സ്നേഹിക്കാനും നാം പരിശ്രമിക്കണമെന്ന് മാത്രം. നിരന്തരമായ തിരുവചന ധ്യാനത്തിലൂടെ നമുക്കതിന് പരിശ്രമിക്കാം. ദൈവത്തെ അടുത്തറിയാനും അനുഭവിക്കാനും നമുക്ക് സാധിക്കുന്നത് വചനത്തിൻ്റെ അതുല്യ ശക്തിയാലും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലുമാണ്. നിരന്തരമായ തിരുവചന ധ്യാനവും സഭയുടെ ആരാധനാ ജീവിതത്തിലുള്ള സജീവ പങ്കാളിത്തവുമാണ് ഇതിന് നമ്മെ പ്രാപ്തരാക്കുന്നത്. സഭയുടെ ആരാധനക്രമ വത്സരമനുസരിച്ചുള്ള അനുദിന വായനകൾ ധ്യാനവിഷയമാക്കി വചനാധിഷ്ഠിതവും പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതവുമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് നമുക്ക് ആഴമായ ദൈവാനുഭവത്തിലേക്ക് വളരാവുന്നതാണ്. ദൈവത്തെ ആരാധിച്ചു മഹത്വപ്പെടുത്തി തിരുഹിതമനുസരിച്ച് സാക്ഷി ജീവിതം നയിക്കാനും നമ്മെ സഹായിക്കുന്നത് വചനാധിഷ്ഠിതമായ ഈ ധ്യാനാത്മക ജീവിതവും പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതവുമാണ്.
തിരുവചന ധ്യാനത്തിലൂടെ കർത്താവിനെ അനുഭവിച്ചറിയുന്നതും തിരുഹിതമനുസരിച്ച് ജീവിക്കുന്നതും എത്ര വലിയ ഭാഗ്യമാണ്. എല്ലാറ്റിലുമുപരി പരിശുദ്ധ കുർബാനയിലൂടെ അവിടുത്തെ സ്വീകരിച്ചനുഭവിക്കാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന മഹാഭാഗ്യം എത്ര അമൂല്യമാണ്. ഇവ നന്ദിയോടെ സ്വീകരിച്ചനുഭവിക്കാനും ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിക്കാനും സകലരെയും ഈ മഹാഭാഗ്യത്തിലേക്ക് ആകർഷിച്ചടിപ്പിക്കാനും നമുക്ക് പരിശ്രമിക്കാം. ഇവ നിരന്തരം ധ്യാന വിഷയമാക്കാം. സർവശക്തനായ ദൈവം നാം ഏവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.